ഹേ എവരി വൺ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ 1000 രൂപയുടെ ഉള്ളിൽ വരുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പ്രൊഡക്ട്സ് ഒക്കെ ഇതാണ് കേട്ടോ. ഈ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണത്. നമ്മൾ മെയിൻ സംഭവം ഇതാണ് കേട്ടോ, ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റർ പാലറ്റാണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ജസ്റ്റ് 200 രൂപയുടെ ഉള്ളിലാണ് ഇത് വരുന്നത്. അതേപോലെ ഞാൻ എല്ലാ പ്രൊഡക്ട്സും ഇട്ട് കാണിക്കുമ്പോൾ സൈഡിൽ അതിൻ്റെ ഫോട്ടോയും കാണിക്കാം, അതേപോലെ റേറ്റും കാണിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് ബേസിക്കായിട്ട് നമ്മളെല്ലാവരും മേക്കപ്പ് ഇടുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്രൈമർ. കാരണം നമ്മൾ ഫേസിൽ പോഴ്സസ് ഒക്കെ ഉണ്ടാവും. ആ പോഴ്സസ് ഒക്കെ ഒന്ന് ക്ലോസ് ആയെങ്കിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ചുമരിൽ പെയിൻ്റ് അടിക്കുമ്പോൾ തേക്കാത്ത ചുമരിൽ ഇപ്പോൾ എന്തെങ്കിലും പെയിൻ്റ് അടിക്കില്ലല്ലോ, അതേപോലെ നമ്മളൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും, ഒരു പോഴ്സൊക്കെ ക്ലോസ് ആയ പോലെ. നെക്സ്റ്റ് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റ് പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഇതിൽ തന്നെ നമുക്ക് കളർ കറക്റ്റർ ഉണ്ട്, അതേപോലെ കോണ്ടോർ ഉണ്ട്, കൺസീലറും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് 200 ബിലോ ആണ് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ അഫോർഡബിൾ ഫൈൻസിന് നമ്മളെ ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ ചെയ്താൽ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും കേട്ടോ. നെക്സ്റ്റ് ഞാനിതിൽ യൂസ് ചെയ്യണത് ലൈറ്റ് ക്രീം ഷെയ്ഡിൽ വരുന്നതാണ്. അതാണ് ഞാൻ കൺസീലറായിട്ട് യൂസ് ചെയ്യണത്. ഇതിൽ കൺസീലറാണത്. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ ഡോട്ട്സ് ഒക്കെ ഉള്ളിടത്ത്, അതായത് ബ്ലാക്ക് മാർക്കൊക്കെ ഉള്ളിടത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് ഇടരുത്. നമ്മൾ എന്തും യൂസ് ചെയ്യുമ്പോൾ ലെസ് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഐയുടെ താഴേക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഭയങ്കര ഒരു കേക്കി പോലെ നമുക്ക് അവിടെ ഇങ്ങനെ ചുളുങ്ങി വേർത്താലൊക്കെ അവിടെ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്ന ഫീൽ ഉണ്ടാവും. അതേപോലെ ഇൻസൈറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തത്. ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, വല്ല ഫോട്ടോ എടുക്കുമ്പോഴായാലും അങ്ങനെ മാത്രമാണ് എടുക്കാറ്. അതായത് പുറത്ത് പോകുമ്പോഴങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം കേട്ടോ യൂസ് ചെയ്യാറ്. എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യണത് നല്ലതല്ല. ഞാൻ അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നെക്സ്റ്റ് യൂസ് ചെയ്യണത് കോണ്ടോറാണ്. അതിലൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, അതാണ് ഞാൻ കോണ്ടോറായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ എനിക്ക് അറിയണ പോലെയാണ് ഞാൻ മേക്കപ്പിൻ്റെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, അഫോർഡബിൾ ഫൈൻഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ മേക്കപ്പിൻ്റെ വലിയ സ്പെഷ്യലിസ്റ്റോ അങ്ങനത്തെ ആളൊന്നുമല്ല. ഞാനിതാണ് കോണ്ടോറായിട്ട് യൂസ് ചെയ്തത്. നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ ഒന്ന് മേടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും. ജസ്റ്റ് 199 വരണുള്ളൂ ഇതിന്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വേർത്ത് ബൈയിങ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് എൻ്റെ മെയിൻ താരം ബ്ലഷ്. എനിക്ക് ബ്ലഷ് ഇല്ലാണ്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തില്ലെങ്കിലും ബ്ലഷ് യൂസ് ചെയ്യും കേട്ടോ. സോഫ്റ്റ് സാൽമൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ജസ്റ്റ് 89 വരണുള്ളൂ കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ കൈ ഇതേപോലെ വെച്ചിട്ടാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാറ് എപ്പോഴും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഒരു നാച്ചുറൽ ഫിനിഷൊക്കെ തരും. അതായത് ഓവറായിട്ട് നമുക്ക് ബ്ലഷിങ് ഫീൽ ചെയ്യില്ല, എന്നാൽ നോർമൽ ഒരു ബ്ലഷിങ് ഫീലാണ് തരും. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് ഇത് തന്നെയാണ് ഞാൻ ഐ ഷാഡോയായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു 100 ബിലോ ആണ് വരുന്നത്. ഇത് നമ്മളെ അടുത്തുള്ള ചിലപ്പോൾ കോസ്മെറ്റിക് ഷോപ്പിലൊക്കെ എന്തായാലും ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കി നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലും കിട്ടും കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ 2 പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐയും ഫില്ല് ചെയ്യാറ് കേട്ടോ.
ഞാൻ റേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമ്മളെല്ലാവരിലും ഐലൈനർ ഉണ്ടാവും, ഒരുവിധം എല്ലാവരിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മസ്കാര പോലെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ കണ്ണിൽ ചെറുതായി ഒന്ന് കുത്തി സീനായില്ല. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് ഇട്ടാലാണ് ഏതൊരു ലുക്കും ഫിനിഷ് ആവുള്ളൂ. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇത് ജസ്റ്റി സൂംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. മാൾസിൻ്റെ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നല്ല നാച്ചുറൽ ലുക്ക് ചേർന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, ചെക്ക് ചെയ്ത് നോക്കുക. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്. അതേപോലെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇടണില്ല, കാരണം ഭയങ്കര ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.